നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ നിങ്ങളുടെ ഫോട്ടോസ് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഫോട്ടോസോ ഫാമിലി ഫോട്ടോസോ പേഴ്സണൽ ഫോട്ടോസോ കാർട്ടൂൺ രൂപത്തിൽ കൺവേർട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ എ കില്ലർ എന്ന രീതിയിലാണ് ഇന്ന് അമേരിക്കയിലെ പല ആക്ടിവിസ്റ്റുകളും വ്യാപകമായ തോതിൽ ഈ ഒരു ട്രെൻഡിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇന്ന് ഇന്റർനെറ്റിൽ ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്ന ജിബിലി സ്റ്റൈൽ എന്ന് പറയുന്ന ചാറ്റ് ജി പി യുടെ ഏറ്റവും പുതിയ ഫീച്ചറിനെ പറ്റിയാണ്. ഈ ചാറ്റ് ജി പി ടി എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഈ ജിബിലി സ്റ്റൈൽ എന്ന് പോലും അറിയാതെ പലരും ഈ ഒരു പുതിയൊരു ട്രെൻഡിൻ്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒളിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തെപ്പറ്റി നമ്മൾ ഓരോരുത്തരും സംസാരിക്കേണ്ടതും അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. കാരണം ഈ പ്രശ്നം ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമാണ്, യു ആർ എ കില്ലർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ വെറുതെ ഒരു കാർട്ടൂണാക്കി മാറ്റിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഞാൻ ഒരു കില്ലറായി മാറുന്ന സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം. ആ സംശയത്തിനും ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ട വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായി കേൾക്കണം. കാരണം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭാവിയിൽ നിങ്ങൾ പല രീതിയിൽ അറിയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിത് പറഞ്ഞു തരാനുള്ള കാരണം ഇത് എന്താണെന്ന് പറയുന്ന ഒരു ബേസിക് ഐഡിയ ആ സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കണമെന്ന് പറയുന്നതുകൊണ്ടാണ്. സോ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇത് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചുറ്റുപാടിനെയും അടുത്തൊരു തലമുറയും ബാധിക്കാൻ പോകുന്ന കുറേയധികം പ്രശ്നങ്ങളെപ്പറ്റി കവർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ ഒരു ജിബിലി സ്റ്റൈൽ എന്ന് പറയുന്ന കാര്യം? ഇതറിയാത്ത പലരും ഉണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സത്യം. കാരണം എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും പോസ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് 2017-18 കാലഘട്ടത്തിൽ ഉണ്ടായ പോലത്തെ ഒരു ട്രെൻഡാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ 2017-18 എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ, കുറച്ച് വർഷം മുമ്പ്, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വർഷം പ്രത്യേകിച്ച് പ്രിസ്മ എന്ന് പറയുന്നൊരു ക്യാമറ പല ഫോണുകളിലും വളരെ ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ പ്രിസ്മ ക്യാം എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാമറയാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് ഒരു കാർട്ടൂൺ രീതിയിൽ മാറ്റപ്പെടും. അങ്ങനത്തെ ഒരു ഫോട്ടോ ട്രെൻഡ് അന്ന് വളരെ വൈറലായിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ പോയിരുന്നൊരു കാര്യമാണ്. അതേപോലെ സിമിലർ ആയിരിക്കുന്ന ഒരു ട്രെൻഡാണോ ഈ ഒരു ജിബിലി സ്റ്റൈൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വളരെയധികം വ്യാപകമായ തോതിലുള്ള മാറ്റം ഈ ഒരു ട്രെൻഡിലോട്ട് വന്നിട്ടുണ്ട്. കാരണം അന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ ഫോണിലാണ്. ആ ഫോണിൽ ഫോട്ടോ എടുക്കുന്നു, ഫോൺ തന്നെ ആ ഫോട്ടോനെ പ്രോസസ്സ് ചെയ്ത് അവസാനം ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് നൽകുന്നു. പക്ഷേ ഇന്ന് വരുമ്പോൾ ഈ ഒരു ജിബിലി സ്റ്റൈലിലോട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഇൻ്റർനെറ്റിൽ ക്ലൗഡിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ അപ്ലോഡ് ചെയ്ത ഇമേജ് മറ്റെവിടെയോ വെച്ച് പ്രോസസ്സ് ചെയ്ത് ഒരു ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ഫോണിൽ ഒരു തരത്തിലുള്ള ഒരു പ്രോസസ്സിങ്ങോ നടക്കുന്നില്ല. അവസാനം ആ ഒരു പ്രോസസ്സായിട്ട് വരുന്ന ഇമേജിനെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും സ്റ്റോറിയോ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നു. ഇതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. പക്ഷേ ഇതിന് പിറകിൽ ഞാൻ ഈ പറഞ്ഞ എവിടെയോ നടക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യത്തിൽ അടങ്ങിയ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ പറ്റിയാണ് നിങ്ങൾ അറിയേണ്ടത്. സോ നമുക്ക് എന്താണ് ജിബിലി സ്റ്റൈൽ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി തുടങ്ങാം. ഈ ജിബിലി സ്റ്റൈൽ എന്ന് പറയുന്നത് പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ എല്ലാവരും ഈ ട്രെൻഡിൻ്റെ പിറകെ പോകുന്നുണ്ടെങ്കിലും ഈ ജപ്പാനീസ് അനിമി സീരീസ് ഒക്കെ കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അവരോട് ഈ ജിബിലി സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ഒരു നോസ്റ്റാൾജിക് ഫീൽ വന്നേക്കാം. കാരണം ഈ ഒരു സ്റ്റൈൽ പണ്ട് കാലം മുതൽ ജപ്പാനീസ് അനിമി സീരീസിനിടയിൽ വളരെയധികം ഫേമസ് ആയിരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പല മില്യൺസ് ഓഫ് ഡോളർ കളക്ഷൻ നേടിയിരിക്കുന്ന ജപ്പാനീസ് അനിമി സീരീസിലും ഈ ഒരു ജിബിലി സ്റ്റൈൽ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കാണാൻ സാധിക്കും. ഇത് മറ്റൊന്നുമല്ല, ജപ്പാനിലുള്ള ഒരു സ്റ്റുഡിയോ ജിബിലി എന്ന് പറയുന്ന സ്ഥാപനം അവർ കൈകൊണ്ട് വരച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ആനിമീസ് ആണ്. ഈ ഒരു ആനിമി പല കാലഘട്ടങ്ങളിൽ ഇന്റർനെറ്റിൽ വളരെയധികം ഫേമസ് ആയിരുന്നു. കാരണം ഇതിലിടുന്ന എഫേർട്ട്, ഞാൻ ഈ കാണിച്ചു തരുന്ന ഒരു 4 സെക്കൻഡ് ക്ലിപ്പ് ഉണ്ട്. ഈ 4 സെക്കൻഡ് ക്ലിപ്പ് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 1 വർഷവും 4 മാസവും ടൈം എടുത്തെന്നാണ് ഇന്ന് ഇന്റർനെറ്റിൽ ഈ ഒരു സ്റ്റൈലിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത്. കാരണം അത്രയും ടൈം എടുത്തുകൊണ്ട് കൃത്യമായിട്ട് ആ പ്രിസിഷനോട് കൂടി ഓരോ ക്യാരക്ടറിനെ വരച്ച് അവരുടെ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് അതൊരു കൈൻഡ് ഓഫ് മൂവ്മെന്റ് ആക്കി ഫ്രെയിം ബൈ ഫ്രെയിം മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണ് ഇതിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും വർഷങ്ങളുടെ ഒരു കഠിന പ്രയത്നവും അടങ്ങിയിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്തരം ഹാൻഡ് റിട്ടൺ ആയിരിക്കുന്ന ഈ ആനിമി സീരീസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഈ ഒരു ജിബിലി സ്റ്റുഡിയോന്റെ ഫൗണ്ടർ ആയിരിക്കുന്ന ഹയാവോ മിയോസാക്കിയാണ് ഇന്റർനെറ്റിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാണ്. കാരണം പലരും പറയുന്നൊരു അഭിപ്രായമാണ് ഇത് ഒരു കൈൻഡ് ഓഫ് ഒരു ആർട്ടിനെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന്. സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അതൊരു ആർട്ടാണ്. ഈ ഹാൻഡ് റിട്ടൺ ആയിരിക്കുന്ന കാര്യത്തെപ്പറ്റിയും അത് കൃത്യമായി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതും ഒരു ആർട്ട് തന്നെയാണ്. ആ ആർട്ടിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് AI മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിപ്രായം പലരും ഉന്നയിക്കുന്നുണ്ട്. ഇതിനെ അനുകൂലിക്കുന്ന പലരും നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ സൂചിപ്പിച്ച മിയോസാക്കിയുടെ ജിബിലി സ്റ്റുഡിയോയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇത്തരം ഒരു കൈൻഡ് ഓഫ് ആനിമീസിനാണ് ജിബിലി സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ ജിബിലി സ്റ്റൈലിനെ ഏറ്റവും പുതിയ ഫീച്ചറായിട്ട് ചാറ്റ് GPT ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഈ ചാറ്റ് GPT എന്താണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ പല കാര്യങ്ങൾക്ക് നിത്യോപയോഗത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് ചാറ്റ് GPT ഇന്ന് മാറിക്കഴിഞ്ഞു. ഒരു ഇമെയിൽ ടൈപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ വേഗം പോയിട്ട് ഈ ഒരു ഇമെയിൽ വേണമെന്ന് പറഞ്ഞ് ചാറ്റ് GPTയോട് ആവശ്യപ്പെടും. അത് അതേപോലെ തിരിച്ച് നമുക്ക് തരും. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഹ്യൂമൻ്റെ പല പ്രോസസ്സുകളിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ഈ ഒരു ചാറ്റ് GPT മാറിക്കഴിഞ്ഞു. ഈ ചാറ്റ് GPTയുടെ പാരന്റ് കമ്പനി ആയിരിക്കുന്ന ഓപ്പൺ AI ഉണ്ട്.
ആ ഓപ്പൺ എ പബ്ലിക്കലി പല പുതിയ മാറ്റങ്ങൾക്കും ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന പുതിയ പല നൂതന സാങ്കേതിക വിദ്യകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് അവർ സ്വയം വിലയിരുത്തുന്നത്. ഇവർക്ക് ഫണ്ടിംഗ് ആയിട്ടും സപ്പോർട്ടായിട്ടും ലോകത്തിലെ പല പ്രധാനപ്പെട്ട ഭീമൻ സ്ഥാപനങ്ങളും പിന്നിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു കമ്പനിയുടെ ഏറ്റവും പുതിയ വേർഷനായിട്ട് ഈ ഒരു ജിബിലി സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ ഇന്റർനെറ്റിൽ അത് വളരെയധികം വ്യാപകമായിട്ട് സെൻസേഷനായിട്ട് മാറി. എന്തുകൊണ്ട് ഇത് ട്രെൻഡ് ആവുന്ന സംശയം നിങ്ങൾക്ക് ഉണ്ടായേക്കാം. മറ്റൊന്നും കൊണ്ടല്ല, പല സെലിബ്രിറ്റീസും ഇത് ആദ്യം തന്നെ പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ വരുന്ന റൂമറാണ് ആ സെലിബ്രിറ്റീസിനെ കൊണ്ട് പെയ്ഡ് ചെയ്തിട്ട് അവർക്ക് പൈസ കൊടുത്ത് കൈൻഡ് ഓഫ് ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പോലെ ഈ ഒരു ChatGPTയുടെ പാരന്റ് കമ്പനി ആയിരിക്കുന്ന ഓപ്പൺ എ തന്നെ നടപ്പാക്കിയ ഒരു നീക്കമാണെന്നും ഇന്ന് പലരും പറയുന്നുണ്ട്. സോ എന്താണെങ്കിലും അത് വിചാരിച്ചാലും വേഗത്തിൽ ഇന്റർനെറ്റിലെ ട്രെൻഡായിട്ട് മാറി. ഇന്റർനെറ്റിലെ പല യൂസേഴ്സും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അവസാനം ഈ മൊത്തം പ്രോസസ്സും ആൾക്കാർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മൂലം ഈ ഓപ്പൺ എയുടെ സ്ഥാപകനായിരിക്കുന്ന അതിൻ്റെ ഫൗണ്ടർ ആയിരിക്കുന്ന സാം ആൾട്ട്മാൻ തന്നെ ഒഫീഷ്യലായി പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന നിർത്തു, ഞങ്ങളുടെ GPU മെൽറ്റായി പോകുന്നുവെന്ന്. GPU എന്ന് പറയുന്ന ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒരു കൈൻഡ് ഓഫ് ഒരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഈ സാം ആൾട്ട്മാൻ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ GPU മെൽറ്റായി പോകുന്നു എന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ച പല പ്രശ്നങ്ങൾക്കുള്ളൊരു കാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ പ്രശ്നം? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ ഒരു AIയുടെയും ChatGPTയുടെ ഒക്കെ പിറകിലുള്ള ഒരു ഡാർക്ക് സൈഡ് എന്ന് പറയുന്ന കാര്യം? ഈ ഡാർക്ക് സൈഡിനെ പറ്റി മേ ബി മലയാളത്തിൽ ആരും തന്നെ സംസാരിച്ചിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പങ്കുവെക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം ഈ വിഷയത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നു, ഓരോരുത്തരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പറയുമ്പോൾ തന്നെ ഇതിൽ പല മാറ്റങ്ങളും ഭാവിയിൽ ഈ പറയുന്ന പല ഓപ്പൺ എയുടെ കമ്പനീസും പുതിയ പല AI റിലേറ്റഡ് ആയിരിക്കുന്ന സ്ഥാപനങ്ങളും നടപ്പാക്കിയേക്കാം. അത് അത്യാവശ്യമായിട്ട് മാറുന്നൊരു കാര്യമാണ്. സോ അധികം വൈകിക്കാതെ നമുക്ക് ആ ഒരു കാര്യത്തിലോട്ട് പോകാം. എന്താണ് ഈ ഒരു ഡാർക്ക് സൈഡ് ഓഫ് AI എന്ന് പറയുന്നത്? മേ ബി പലർക്കും ഇപ്പോൾ തന്നെ തോന്നിയിരിക്കുന്ന സംശയമാണ്, പണ്ട് കമ്പ്യൂട്ടർ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പലരും എതിർത്തു, അത് ഡാർക്ക് സൈഡാണ്, നമ്മുടെ മനുഷ്യരെയൊക്കെ പിറകോട്ട് കൊണ്ടുവന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും എതിർത്തു. ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ AI വരുന്നു പറയുമ്പോൾ എല്ലാവരും വന്ന് ഇതിൻ്റെ ഡാർക്ക് സൈഡ്, ഇതിൽ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാതെ എന്തിനാണ് ഈ ഒരു പുതിയ ടെക്നോളജി ഇത്രത്തോളം ഡീഗ്രേഡ് എന്ന് പറയുന്ന സംശയം നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ഇത് ഡീഗ്രേഡിംഗ് അല്ല, മറിച്ച് എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ മനുഷ്യർക്കും, എല്ലാ തിങ്സിനും മറ്റൊരു ആസ്പെക്റ്റ് ഉണ്ട്. ആ ആസ്പെക്റ്റിനെ പറ്റി മനസ്സിലാക്കുന്നത് മേ ബി ഫ്യൂച്ചറിൽ നമുക്ക് വലിയ തോതിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമായിട്ട് മാറിയേക്കാം. കമ്പ്യൂട്ടർ വരുമ്പോഴും അതിൻ്റെ ഡാർക്ക് സൈഡിനെ പറ്റി എല്ലാവരും സംസാരിച്ചാണ്. അതുകൊണ്ട് തന്നെ AIയുടെ ഡാർക്ക് സൈഡിനെ പറ്റിയും നിങ്ങൾ അറിയേണ്ട അത്യാവശ്യമായിട്ട് മാറുന്ന കാര്യമാണ്. സോ ആദ്യത്തെ കാര്യം എന്താണ് ഈ ഒരു AIയിലുള്ള ഇത്ര വലിയ ഡാർക്ക് സൈഡ് എന്ന് തോന്നിയേക്കാം. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ChatGPT എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഈ ChatGPTയിൽ പല കാര്യങ്ങളും നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. എനിക്കൊരു ഇമെയിൽ വേണം, എനിക്ക് ഈ ഒരു കാര്യം വേണം, എനിക്ക് ഈ ഒരു ഫോട്ടോ മാറ്റി തരണം, അല്ലെങ്കിൽ എനിക്കൊരു പുതിയൊരു എക്സാമിന് അസൈൻമെൻറ്റ് എഴുതാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യണം. ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ChatGPT ഉപയോഗിക്കുന്ന പലരും ഉണ്ടായേക്കാം. ഈ ChatGPTയിൽ നിങ്ങൾ ഓരോ ക്വയറീസ്, ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിന് ആൻസർ ജനറേറ്റ് ചെയ്ത് വന്നേക്കാം. ഈ ആൻസർ ജനറേറ്റ് ചെയ്ത് വരുന്നത് എവിടെ നിന്നാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം ചിലർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും, ഇത് ക്ലൗഡ് വഴി നടപ്പാവുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നമ്മുടെ ഫോണിൻ്റെ ഒരു തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കേപ്പബിലിറ്റി ഉപയോഗിച്ചുകൊണ്ടല്ല നടക്കുന്നത്, മറിച്ച് ഇത് മറ്റേതോ ഭാഗത്ത് ഒരു കൈൻഡ് ഓഫ് ഡിവൈസിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ടായിട്ട് ലഭിക്കുകയാണ്. സോ ക്ലൗഡിലാണ് ഈ മൊത്തം പ്രോസസ്സ് നടക്കുന്നത്. ഈ ക്ലൗഡ് എന്താണെന്ന കാര്യത്തെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഈ ക്ലൗഡ് എന്ന് പറയുന്ന കാര്യം. ഇതൊരു കൈൻഡ് ഓഫ് എല്ലാവരും വിചാരിക്കുന്ന എയറിൽ വായുവിലൂടെ നിൽക്കുന്ന ഒരു കാര്യമാണെന്ന്, മറിച്ച് ഇതിൻ്റെ പിറകിലുള്ള കാര്യം എന്താണെന്ന് ആരും ആലോചിക്കില്ല. ഈ ക്ലൗഡ് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഒരു ഡാറ്റാ സെൻറ്റേഴ്സിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഘടകമാണ്. അതായത് ഡാറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെയൊക്കെ ഡാറ്റയുണ്ട്. ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് ഓരോ ലോജിക് കോഡ്സ് ഉണ്ട്. ഈ കോഡ്സും ഈ കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സും സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണോ ചില ഡയറികളൊക്കെ എഴുതി വെക്കാറില്ലേ ഡെയിലിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും നോട്ട് ചെയ്യാനായിട്ട് ചില ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്. ഈ ഡാറ്റാ സെൻറ്റേഴ്സിലാണ് ഈ ഡാറ്റയെല്ലാം കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്നത്. ഈ ഡാറ്റാ സെൻറ്റേഴ്സ് ഇന്നത്തെ കാലഘട്ടത്ത് ഈ AI പോലത്തെ ടെക്നോളജി കടന്നു വന്നതോടുകൂടി വ്യാപകമായ തോതിൽ പല രാജ്യങ്ങളിലും ഏറ്റവും കൂടുതലായിട്ട് മാറപ്പെട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ വലിയ തോതിലുള്ള ഡിബേറ്റുകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയുള്ള സംശയങ്ങളും എല്ലാം തന്നെ കാണാൻ സാധിക്കും. അതായത് ഡാറ്റാ സെൻറ്റേഴ്സ് പലപ്പോഴും സിറ്റിയുടെയൊക്കെ പുറത്തായിട്ട് ചില ഗ്രാമങ്ങളിലൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ചില ഔട്ട്സ്കേർട്സിലായിട്ട്, അതേപോലെ തന്നെ പല ഫോറസ്റ്റ് ഏരിയയിലായിട്ടായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക. ഈ ഡാറ്റാ സെൻറ്റേഴ്സിൽ മില്യൺ കണക്കിന് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഓരോ സെക്കൻഡിൽ പുതിയ പല ഡാറ്റ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ്. കാരണം ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് കൃത്യമായി നടപ്പാവുകയുള്ളൂ. ഈ സാം ആൾട്ട്മാൻ പറഞ്ഞ പോലെ തന്നെ GPU എന്ന് പറയുന്ന ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ഒരു ഗ്രാഫിക്കൽ വർക്ക് ഉണ്ടല്ലോ, അത് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഈ ഒരു GPU ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റാ സെൻറ്റേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് AI പോലത്തെ ഓപ്പൺ AI പോലത്തെ പല കമ്പനീസും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഡാറ്റാ സെൻറ്റേഴ്സിലുള്ള ഇത്തരം
ചില പ്രധാനപ്പെട്ട ഹാർഡ്വെയർസ് ഞാൻ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ഫിസിക്കൽ മീഡിയം ആണെങ്കിലും അതുപോലെ തന്നെ അവിടെയുള്ള പല കണക്റ്റഡ് ആയിരിക്കുന്ന ഡിവൈസുകളാണെങ്കിലും ഇതെല്ലാം തന്നെ വലിയ തോതിൽ ഹീറ്റ് ആകപ്പെട്ടേക്കാം. കാരണം അത്രയും ഡാറ്റയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഹീറ്റ് ആകുന്ന സമയത്ത് ഇതിന് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് വലിയ തോതിലുള്ള ജലം ആവശ്യമാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇന്ന് പലരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇലക്ട്രിസിറ്റി വലിയ തോതിൽ കൺസ്യൂം ചെയ്യുന്ന ഘടകമാണ് ഈ ഒരു ChatGPT പോലത്തെ പല പുതിയ ടെക്നോളജീസും. ഈ ഉപയോഗിക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള ഈ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം ബാക്ക് എൻഡിൽ, അതായത് ഈ ഡാറ്റാ സെൻറ്റേഴ്സിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാകുന്നുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വസ്തുത. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയിലെ പല റിസർച്ചുകളും ഇതിനെപ്പറ്റി കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാഷിംഗ്ടൺ പോസ്റ്റും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയും കൂടി നടത്തിയ ഒരു സ്റ്റഡീസിൽ അവർ കണ്ടെത്തിയ ഒരു കാര്യമായിരുന്നു, ChatGPTയോട് 100 വാക്കിൽ കവിയാതെ ഒരു ഇമെയിൽ എഴുതിത്തരാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇമെയിൽ ജനറേറ്റ് ചെയ്ത് ChatGPT തരും, അത് കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് അയക്കാൻ സാധിക്കും. ഇങ്ങനെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ബാക്ക് എൻഡിൽ ആ ഒരു മൊത്തം പ്രോസസ്സിനെ കൂൾ ഡൗൺ ചെയ്യാനായിട്ട് ഈ ഡാറ്റാ സെൻറ്റേഴ്സിൽ ഏകദേശം 500 ml വെള്ളം ഉപയോഗിക്കുന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു പഠനത്തിൽ കണ്ടെത്തിയ കാര്യമായിരുന്നു, ഒരു റൂമറായിട്ട് നിലനിന്ന ഒരു കാര്യമായിരുന്നു, ChatGPTയിൽ നിങ്ങളൊരു 50 ക്വയറീസ് 50 ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിന് ഉത്തരം തരാനായിട്ടും ChatGPT ഉപയോഗിക്കുന്ന സമയത്തുള്ള മൊത്തം പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് 2 ലിറ്ററോളം വെള്ളം ഈ ഒരു മൊത്തം പ്രോസസ്സിൽ കൂൾ ഡൗൺ ആയിട്ട്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഹാർഡ്വെയർസിനൊക്കെ കൂൾ ഡൗൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നത്. അത് 2 ലിറ്ററിലാണെന്നും അതിനേക്കാൾ 4 ഇരട്ടി ആയിരിക്കാമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി പിന്നീട് മറ്റൊരു സ്റ്റഡീസിൽ തിരുത്തി കുറിച്ചത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഏറ്റവും കൂടുതൽ മാറിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമായിട്ട് ജലത്തിൻ്റെ ഉപയോഗം ഇത്തരം പ്രോസസ്സിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നതാണ് മറ്റൊരു സത്യമായിട്ട് മാറുന്നത്. അത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല, പല സ്റ്റഡീസിൻ്റെയും പല റിപ്പോർട്ടുകളുടെയും ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഒഫീഷ്യലി ഓപ്പൺഎയും ബാക്കിയുള്ള പല സ്ഥാപനങ്ങളും പബ്ലിക്കലി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവരുടെ ഹാർഡ്വെയർസിനെയും ഈ ഡാറ്റാ സെൻറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന പല ഹാർഡ്വെയർസിനെ കൂൾ ഡൗൺ ചെയ്യാനായിട്ടും വലിയ തോതിൽ ജലം ഉപയോഗിക്കുന്നുവെന്ന്. പലപ്പോഴും അമേരിക്കയിൽ തന്നെ വരുന്ന ഏറ്റവും വ്യാപകമായ കംപ്ലയിൻസ് ആണ് ഈ ഡാറ്റാ സെൻറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന വെള്ളം അത് തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു കുളത്തിൽ നിന്നോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നോ കൊണ്ടുവരുന്നതായിരിക്കാമെന്നും അതുമൂലം വെള്ളത്തിൻ്റെ ദൗർലഭ്യം അവിടെ അനുഭവപ്പെടുന്നുവെന്ന്. ഇത് വെറുതെ ഒരു പറഞ്ഞ കാര്യമല്ല, ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നിങ്ങൾക്ക് ട്വിറ്ററിൽ പോയാലും കാണാൻ സാധിക്കും. സോ അത്രയും വെള്ളം ഇവിടെ ആവശ്യമായിട്ട് വരുന്നൊരു ഘടകമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ഓപ്പൺഎഐ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ജസ്റ്റ് ഒരു 100 വാക്കുള്ള ഇമെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് 500 ml വെള്ളം വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു ഇമേജ് ഇത്രത്തോളം കൺവേർട്ട് ചെയ്ത് ഒരു ഫൈനൽ ഔട്ട്പുട്ടായി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിന് എത്രമാത്രം ജലം ആവശ്യമുണ്ടാകുമെന്ന് ഈ കാര്യത്തെപ്പറ്റി പലരും വ്യാപകമായ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ഡാറ്റാ സെൻറ്റേഴ്സ് പ്രവർത്തിക്കാനായിട്ടും ChatGPT പോലത്തെ പല പ്രധാനപ്പെട്ട പുതിയ ക്ലൗഡ് ബേസ്ഡ് ആയിരിക്കുന്ന AI സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ടും ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന ബാറ്ററി എന്ന് പറയുന്ന ഘടകം. ഈ ബാറ്ററി ബാക്കപ്പ് സോഴ്സായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ബാറ്ററി നിർമ്മിക്കാനായിട്ട് കൊബോൾട്ട് അതുപോലെ തന്നെ ലിഥിയം എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത്. ഈ കൊബോൾട്ടും ലിഥിയമൊക്കെ പുറത്തോട്ട് എടുക്കാനായിട്ട് വലിയ തോതിൽ മനുഷ്യാവകാശ ലംഘനം നടപ്പാകുമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും കുറച്ച് വർഷമായിട്ട് പലരും സംസാരിച്ചാണ്. മുമ്പ് ടെസ്ല കാറുകൾ വാങ്ങുന്ന നിങ്ങൾ ഓരോരുത്തരും കില്ലേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം ദി ഗാർഡിയൻ എന്ന് പറയുന്നൊരു പത്രത്തിൽ വന്നിരുന്നു. അന്ന് ആ പത്രം പറഞ്ഞൊരു കാര്യമായിരുന്നു, ടെസ്ല കാറിൽ ഉപയോഗിക്കുന്ന ബാറ്ററി നിർമ്മിക്കാനായിട്ട് പല രാജ്യങ്ങളിലും അടിമപ്പണി ചെയ്തുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും പോലും ചൂഷണം ചെയ്തുകൊണ്ടാണ് ഈ കൊബോൾട്ടും ഈ ലിഥിയമൊക്കെ പുറത്തോട്ട് എടുക്കുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഫൈനലി ഈ ബാറ്ററി നിർമ്മിക്കുന്നത്. ഈവൻ നമ്മുടെ ഫോണുകളിൽ പോലും ഈ ബാറ്ററി നിർമ്മിക്കാനായിട്ട് ഇത്തരം വസ്തുക്കൾ പുറത്തെടുക്കാനായിട്ട് അടിമപ്പണി ചെയ്യിപ്പിക്കാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ട് വരുന്നു പറയുന്ന കാര്യത്തെപ്പറ്റിയും പല മനുഷ്യാവകാശ കമ്മീഷനുകളും മുന്നിൽ വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇന്ന് പലരും ഉയർത്തി കാണിക്കുന്നുണ്ട്. സോ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ യൂസേജും അതുപോലെ ജലത്തിൻ്റെ ആ ഒരു പ്രശ്നവും കൂടാതെ ഈ ഒരു മനുഷ്യാവകാശ ലംഘനമെല്ലാം സൂചിപ്പിച്ചപ്പോഴും നിങ്ങൾക്ക് തോന്നുന്ന സംശയമാണ്, ഇതെല്ലാം എല്ലാവിടെയും ഉള്ളതല്ലേ, എല്ലാ കാര്യങ്ങൾക്കും ഇത്തരം സൈഡ് എഫക്റ്റ് ഉണ്ടാവും. സോ എന്തുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ബോധേഡാണെന്ന സംശയം നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അവിടെയാണ് ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യത്തിൻ്റെ പ്രസക്തി ആർജിച്ചു വരുന്നത്. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഈ വിഷയത്തെപ്പറ്റി ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ മാത്രമേ ബില്യൺസ് ഓഫ് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന സുസ്ഥിരമായിരിക്കുന്ന, അതായത് സസ്റ്റൈനബിൾ ആയിരിക്കുന്ന ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലോട്ട് ഈ കമ്പനീസ് കടക്കുകയുള്ളൂ. ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രകൃതി ലഭിക്കുന്ന ആ ഒരു റോ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒരു പണത്തിന് വേണ്ടി ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവർ പ്രവർത്തിക്കുകയാണ്. അല്ലാതെ പ്രകൃതിക്ക് ഗുണകരമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രകൃതിയെ ബാധിക്കാത്ത രീതിയിലൊരു വികസനമോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ അഡ്വാൻറ്റേജോ അവർ കൊണ്ടുവരുന്നില്ല. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അതിന് വലിയ തോതിലുള്ള ഫണ്ടിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ആവശ്യമാണ്. അത് ചെലവഴിക്കാതിരിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇന്നും പല കമ്പനീസും ഇങ്ങനത്തെ ഒരു പ്രോസസ്സിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനുള്ള സൊല്യൂഷൻസും പല കമ്പനീസും വികസിപ്പിച്ചേക്കാം. ഏറ്റവും ഒടുവിൽ ഇതേപോലെ തന്നെ പല കമ്പ്യൂട്ടർ നിർമ്മാണ കമ്പനികൾ, ലെനോവോ പോലത്തെ കമ്പനീസും ഈ ഒരു വിഷയത്തിൽ അവരുടേതായിരിക്കുന്ന പല പ്രോസസ്സിംഗ് മാറ്റവും കൊണ്ടുവന്നിട്ടുണ്ട്. പലപ്പോഴായിട്ട് ഈ ഡാറ്റാ സെൻറ്റേഴ്സിൽ ഈ കൂൾ ഡൗൺ പ്രോസസ്സിനായിട്ട്
കടൽ വെള്ളം തന്നെ ഉപയോഗിക്കാമെന്ന് പറയുന്ന വാദവും പലരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കടൽ വെള്ളം മാത്രമല്ല, ഈ കൂൾ ഡൗൺ കഴിഞ്ഞ് പുറത്തോട്ട് വരുന്ന വെള്ളം അത് കൃത്യമായിട്ട് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ മാറ്റാമെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും സ്റ്റഡീസ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റഡീസ് പെട്ടെന്ന് സ്ഥാപിതമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതും ഈ കാര്യത്തെപ്പറ്റി നിങ്ങൾ അറിയേണ്ടതും അത്യാവശ്യമായിട്ട് മാറുന്നുണ്ട്. സോ ഇത്രയും കാര്യമാണ് മൊത്തത്തിൽ പറയാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് മറ്റൊരു മേജർ പോയിന്റിലോട്ട് കിടക്കാം. അത് മറ്റൊന്നുമല്ല, ഈ ചാറ്റ് GPT ഞാൻ ഈ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതിലൂടെ എനിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന്. അത് മറ്റൊന്നുമല്ല, ഡാറ്റ പ്രൈവസി കൺസേൺ എന്നൊക്കെ പറയുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഈ പ്രശ്നത്തെപ്പറ്റിയും ഇന്ന് ലോകത്തെ പല വിധത്തിലും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുന്നത് കാണാൻ സാധിക്കും. ഈ അഭിപ്രായങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തന്നെ കാണാൻ സാധിച്ച ഒരു കാര്യമായിരുന്നു ഓപ്പൺ എ എന്നല്ല, ലോകത്തിലെ എല്ലാ തരത്തിലുള്ള പുതിയ സോഫ്റ്റ്വെയർസും പുതിയ പല ടെക്നോളജിയും അവരുടെ ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റിന് ആ ടെക്നോളജി കുറച്ചും കൂടെ ബെറ്റർ ആക്കാനായിട്ട് നമ്മുടെ ഡാറ്റ നമ്മുടെ പ്രൈവറ്റ് ആയിരിക്കുന്ന പല കാര്യങ്ങൾ ഉപയോഗിക്കുമെന്ന്. പലപ്പോഴും നിങ്ങൾ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാത്തിനും അലോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവർക്ക് നമ്മുടെ പല കാര്യങ്ങളും ആക്സസ് ചെയ്യാനുള്ള ഒരു അലോവൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പൺ എ ആണെങ്കിലും അവരുടെ മോഡൽസിനെ ട്രെയിൻ ചെയ്യാനായിട്ട്, അതിനെ കുറച്ചും കൂടെ ബെറ്റർ ചെയ്യാനായിട്ട് നമ്മുടെ ഇമേജസും നമ്മുടെ ഫേഷ്യൽ ഷേപ്പും നമ്മുടെ ഓരോ സ്റ്റൈലും എല്ലാം തന്നെ കൈൻഡ് ഓഫ് ഒരു ലേണിംഗ് ആയിട്ട് അതിൽ കൊടുത്തേക്കാം. ഇങ്ങനെ ടെക്നോളജി അത് ലേൺ ചെയ്ത് ഈ കാര്യത്തെപ്പറ്റി പഠിച്ചാണ് അത് ബെറ്റർ ആയിട്ട് കുറേ തോതിൽ മാറ്റം വരുത്തിക്കൊണ്ട് അഡ്വാൻസ്ഡ് ആയ രീതിയിൽ മാറാൻ സാധിക്കുന്നത്. അങ്ങനത്തെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ കമ്പനീസ് നിങ്ങളുടെ പ്രൈവറ്റ് ആയിരിക്കുന്ന പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ്, നിങ്ങളുടെ ഫേസിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി പോലും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പുതിയ ടെക്നോളജിയിലും വലിയ തോതിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയും ഇന്ന് പലരും സംസാരിക്കുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. കാരണം വെറുതെ ഒരു ട്രെൻഡ് വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ പോകരുത്. അങ്ങനെ പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ പലരും ചാറ്റ് GPT ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ പോയി ഇത് ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചേക്കാം. അപ്പോൾ ചാറ്റ് GPT ആ ഒരു ലിമിറ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ചാറ്റ് GPT കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ പലരും വെറുതെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ഏതെങ്കിലുമൊക്കെ ഒരു വെബ്സൈറ്റിൽ കയറി അവരുടെ ഫോട്ടോസും അവരുടെ മൊത്തം ഗാലറിയും തന്നെ അലോ ചെയ്ത് കൊടുത്തേക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊത്തം പ്രൈവസിയും ഇല്ലാതാകുകയാണ്, നിങ്ങളുടെ മൊത്തം ഡാറ്റയും ലീക്ക് ആകപ്പെടുകയാണ്. ആ കമ്പനി എന്താണെന്നോ അവർ എന്ത് ഇമേജാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി അറിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു ട്രെൻഡ് വരുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു, എന്താണ് അതിന് പിറകിലെ ടെക്നോളജി, എന്തെല്ലാം അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയെല്ലാം പഠിച്ചിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. ഇഫ് യു ആർ ബോധേഡ് അബൌട്ട് യുവർ പ്രൈവസി, നിങ്ങളുടെ പ്രൈവസിയെ പറ്റിയും നിങ്ങളുടെ ഒരു ഡാറ്റയെ പറ്റിയും നിങ്ങൾ ബോധവാന്മാരാണെങ്കിൽ, അതിനെപ്പറ്റി കൃത്യമായിട്ട് എപ്പോഴും അതിനെപ്പറ്റി ഗൗരവമായിട്ട് തന്നെ കണക്കാക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. അല്ലാത്തവർക്ക് ട്രെൻഡിന് പിറകെ ഓടിക്കൊണ്ടേയിരിക്കാം. പക്ഷേ എപ്പോഴും അതിന് പിറകിൽ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കുക. അത് എല്ലാ ട്രെൻഡിനും പിറകെ അടങ്ങിയിട്ടുള്ളതാണ്. സോ ഓവറോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഈ പറഞ്ഞ സൈഡ് എഫക്ട്സ് അത് വളരെ ഗുരുതരമായ കാര്യം തന്നെയാണ്. അതിനെപ്പറ്റി ഇന്ന് പലരും സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ കാര്യത്തെപ്പറ്റി അറിയിച്ചത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ജയ് ഹിന്ദ്.